ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? ഇന്നലെയൊക്കെ സങ്കടപ്പെട്ട് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു റീൽസ് എടുത്തപ്പോൾ. അപ്പോൾ ആകാശദൂത്ത വഴിയാ കരഞ്ഞു. അല്ല, നിങ്ങളെന്താ വിചാരം? നിങ്ങളെന്തൊക്കെ കമൻറ്റ് ചെയ്തു? ഷാനു പോയതുകൊണ്ടാണ് കരഞ്ഞെന്നോ? ഷാനുമോൻ എവിടെ പോവാനാണ്? ഷാനുമോൻ്റെ കൂടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. പൊന്നു മക്കളെ, നിങ്ങളത് മനക്കോട്ട കെട്ടി നിൽക്കും വേണ്ട. ഷാനു എൻ്റെ കൂടെ ഉണ്ടാവും മരണം വരെ. മരണത്തിനല്ലാതെ ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിയോ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്താണ് ഈ വിചാരിച്ചിരിക്കുന്നത്? അതുപോലെ മുർഷിമോനിക്ക് എന്ത് വിഷമം കമലിട്ടിക്ക. മുർഷിമോനിക്ക് ഞാൻ വലിയതാണെങ്കിലും മുർഷിമോനിക്ക് എന്താ, അവർക്കൊക്കെ സന്തോഷമുള്ളൂ. ആരും അങ്ങനത്തെ ഡിമാൻഡും കമ്മിയുള്ള ആൾക്കാരല്ല. എൻ്റെ രണ്ടനിയന്മാരും ഷാനു ഷമീറും മുർഷിമോനും എൻ്റെ രണ്ട് ചങ്കളാണ്. അവരെ കുറ്റം പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കൂല കേട്ടോ. അത് എൻ്റെ ഒരു രണ്ടനിയന്മാർ മാത്രമാണ്. അവരെന്നെ വിട്ട് പോകില്ല, ഞാൻ അവരെ വിട്ട് പോകില്ല. നിങ്ങളെന്താ വിചാരിച്ചിരിക്കണത്? കമൻ്റ് ചെയ്തിട്ട് സാനു പോയതിനാണോ സങ്കടം? എന്താ സാനു എവിടുക്കാൻ പോയിക്കണ എന്നെ വിട്ടിട്ട്? സാനുൻ്റെ കൂടെ വിളിക്കണുണ്ട്. പിന്നെ കമൻറ്റിൽ പറഞ്ഞേക്കാണ്, മെസ്സേജ് അയച്ചിട്ട് സാനു പോട്ടിടണ്ടെന്ന് പറഞ്ഞതേ. എപ്പോഴൊന്നും ഇടണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതെന്താ വെച്ചിട്ട് കൂടെ കൂടെ ഇടുമ്പോൾ എല്ലാവരും പരാതി പറയുന്നുണ്ടാവും, അതായിരിക്കും. പിന്നെ എന്താണ്, എല്ലാവർക്കും അധികാരവും അവകാശമുണ്ട്. സാനുവിൻ്റെ സമ്മതമില്ലാതെ ഞാൻ ഫോട്ടോ ഇടാറില്ല. സാനുവിന് എപ്പോഴെപ്പോഴും ഫോട്ടോ ഇടുന്നത് ഇറിറ്റേഷൻ വരും. അത് ഞാനായാലും അത് ഒരിക്കൽ വിട്ട ഫോട്ടോ തന്നെ കാണാത്തത് കൊണ്ട് പിന്നെ ഇട്ടതാണ്. എൻ്റെ പൊന്നു മക്കൾ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സാനു എന്നിൽ നിന്ന് അകറ്റാൻ നിങ്ങൾ നോക്കും വേണ്ട. ഷാനു എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും മരണം വരെ. ഞാനതിനെ ചേർത്ത് പിടിക്കുകയേ ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി ഉപേക്ഷിക്കാനുള്ളതല്ല. എൻ്റെ ചങ്കായിട്ട് മുർഷി ഉണ്ടാവും, ഷാനു ഉണ്ടാവും. അവരെ ഒരിക്കലും ഉപേക്ഷിച്ച് പോവാൻ മരണത്തിനല്ലാതെ എനിക്ക് കഴിയില്ല. എന്നുവെച്ചാൽ ആ രണ്ട് വ്യക്തികളും എൻ്റെ സന്തോഷം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ ദുഃഖത്തേക്കൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല. ഒരു വഞ്ചനയും ചതിയൊന്നും അവർക്കറിയില്ല. അവർ നല്ല ഉപ്പാക്കും ഉമ്മാക്കും ജനിച്ചവരാണ് രണ്ടാളും. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സന്തോഷിപ്പിക്കാനേ കഴിയുള്ളൂ. മുർഷിമോനായാലും നല്ല ഒരു പക്വതയുള്ള കുട്ടി തന്നെയാണ്. ഷാനു ആയാലും അത്യാവശ്യം പഠിപ്പും വിഭവവും സൗന്ദര്യവും രണ്ടാളുണ്ട്. അതിനിപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് അസൂയപ്പെടണ്ട. എൻ്റെ പൊന്നു മക്കൾ എൻ്റെ കൂടെ തന്നെ കാണും. സെലൂനെ വിട്ട് പോകില്ല. പോരെ? സെലൂൻ്റെ രണ്ട് വലം കൈയായിട്ട് രണ്ടാങ്ങളമാരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ബുള്ളറ്റുമാനിക്ക പറഞ്ഞതാണെങ്കിലും അങ്ങനെ ആയാലും ബുള്ളറ്റുമാനിക്ക എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് മുർഷിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്. അത് ബുള്ളറ്റുമാനിക്കാണ്ട് നന്മ കൊണ്ടാണ്. ബുള്ളറ്റുമാനിക്ക ഒരുപാട് നന്മയുള്ള മനുഷ്യനും തന്നെയാണ്. പക്ഷേ ബുള്ളറ്റുമാനിക്കാക്ക് എപ്പോഴും എന്നെ സഹായിക്കാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ബുള്ളറ്റുമാനിക്കാനെ ഒരുപാട് കടപ്പാടുള്ളൊരു മനുഷ്യനാണ് ബുള്ളറ്റുമാനിക്ക. പക്ഷേ ഞാനിത്ര സെലിബ്രിറ്റി ആയതും അതിൻ്റെ പിന്നിൽ ബുള്ളറ്റുമാനിക്ക പ്രവർത്തിച്ചിട്ട് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ എൻ്റെ കൂടെ വന്നത്. അതുകൊണ്ടൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ പോസിനെ ആരും തള്ളിക്കറിയാൻ പോകുന്നില്ല. എല്ലാ ചങ്കുകളും എൻ്റെ കൂടെ തന്നെ മരണം വരെ ഉണ്ടാവും. എല്ലാവർക്കും ഓരോരുത്തരുടെ കാര്യങ്ങൾ വരുമ്പോൾ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ എനിക്ക് അവരെ കാണാൻ പറ്റില്ലായിരുന്നു, ഒരു തിരക്ക് കാരണം വിളിക്കാൻ പറ്റില്ല. ഞാൻ അവരെ അവോയ്ഡ് ചെയ്ത് പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ തേടി വന്ന മക്കളെ ഞാൻ കൈവിടൂല, ചേർത്ത് പിടിക്കാനേ നോക്കുള്ളൂ. അതാണ് സെലു കിച്ചൺ വളപുരം. അല്ലാതെ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് എൻ്റെ അനിയന്മാരെ തള്ളിപ്പറയേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഷാനുവിനെ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാലും അത് ഒരിക്കലും അകലൂല. എന്താണെന്ന് വെച്ചാൽ ഷാനു അങ്ങനത്തെ ഒരാളേ അല്ല. ഷാനു ചതിച്ചുമില്ല, വഞ്ചിച്ചുമില്ല. അതിനതൊന്നും അറിയില്ല. അതൊരു നിരപരാധിയാണ്. ഈ ഫോട്ടോ ഇടുന്നതും ഷാനുവിൻ്റെ സമ്മതത്തിൽ തന്നെയാണ്. സമ്മതമില്ലാതെ ഞാൻ ഫോട്ടോ അവൻ്റെത് ഇടാണ്ടായിരിക്കാൻ അവകാശമില്ല. അവൻ പറഞ്ഞ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുപോലെ മുർഷിദ് ഇട്ടാലും അങ്ങനെ തന്നെയാണ്. മുർഷിദും ഞാടാറുണ്ട്.
എനിക്ക് രണ്ടാങ്ങളമാർ ഒരേപോലെ തന്നെ ഒറ്റ കണ്ണിലാണ് കണ്ടിട്ട്. മുർഷിമോന് വലിയ നിലയ്ക്കെത്തണം, ഷാനുമോന് വലിയ നിലയ്ക്കെത്തണം. ആ ഒരു ആഗ്രഹം മാത്രം മനക്കോട്ട വെച്ച് നടക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നിൽ നിന്ന് പിരിക്കാൻ പടച്ചോനല്ലാതെ കഴിയില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യാമോഹം മനസ്സിൽ നിന്ന് മാറ്റിക്കളി മക്കളെ. എൻ്റെ ഷാനൂനും എൻ്റെ മുർഷിമോനും എനിക്ക് ജീവനോട് തുല്യം സ്നേഹിച്ചവരാണ്. എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ കൂടെ നിന്ന 2 കുട്ടികളാണ്. അവരെ എനിക്ക് കൈയൊഴിയാനും കഴിയില്ല. എൻ്റെ സുഖത്തിലും സന്തോഷത്തിലും അവർ വേണം. എനിക്ക് അവരെ ഒരു സഹായമില്ലാതെ ഞാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഷാനു ഇല്ലാതെ എനിക്ക് ഒന്നും പറ്റില്ല. ഷാനു ഉണ്ടെങ്കിലുള്ളൂ എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് പോലും ഷാനുവിനെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഷാനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡും അതിൻ്റെ കൂടെ നിന്നോന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്. ഷാനുവിൻ്റെ കൂടെ പാട്ട് പാടിക്കോ, ഷാനുവിൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടിനും നിന്നെ സഹായിച്ച ഷാനുവിനെ നീ കൈയൊഴിയരുത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് നിങ്ങൾക്കാർക്കും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഭർത്താവ് അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് എൻ്റെ ഭർത്താവിനും ആഗ്രഹം. അപ്പം നിങ്ങൾ വെറുതെ എന്നെ സങ്കടപ്പെടുത്താനുള്ള കമൻ്റൊന്നും എഴുതട്ടെ. അല്ലാതെ തന്നെ 100 ഭക്ഷണത്തിൻ്റെ ഇടയിൽ നടന്ന ഒരാളാണ്. എൻ്റെ തലൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ണിന് മോയ പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ സഞ്ചാരം സഹിക്കാൻ വയ്യ. പെട്ടെന്ന് ഇന്നലെ റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കരഞ്ഞു പോയി. അതിനെ ഓരോ സങ്കടത്തിൽ നടക്കുന്ന ആളാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഷാനു പോയി അതുപോലെ ഷാനുവിനിങ്ങനെ പറയുമ്പോൾ എനിക്ക് എത്രമാത്രം സങ്കടം ഉണ്ട് അറിയാം. ഷാനു എവിടെയും പോയിട്ടുമില്ല, തെറ്റിയിട്ടുമില്ല. ഞങ്ങൾ തങ്ങൾ തെറ്റാൻ കഴിയില്ല എനിക്ക്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ട് എന്നെ വിഷമിക്കരുത്. പിന്നെ ഓന് പഴയ ഇതിലായിട്ട് ഓരോ റീൽസൊക്കെ ചെയ്തിരുന്നു. ഓന് സിനിമയിൽ അതേപോലെ ആൽബമൊക്കെ ചെയ്തിരുന്നു. അതിലത്തെ പെണ്ണുങ്ങളെ കൂടെ ഒപ്പം നിന്നാൽ എനിക്ക് സങ്കടം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് അങ്ങനെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് എഴുതണ്ട. നല്ല കമൻ്റ് എഴുതുക. അതിനെ വേണമെങ്കിൽ കണ്ടാൽ മതി, വേണ്ടെങ്കിൽ കാണും വേണ്ട. ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എനിക്കിഷ്ടമല്ല. അത് പണ്ടേ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. നേരെ മറിച്ച് ഷാനൂനി മുർഷിനി പറഞ്ഞാൽ ഞാൻ സഹിക്കൂല. അതിന് ആരില്ലെങ്കിൽ ഓല കൂടെ ഞാൻ ഉണ്ടാവും മരണം വരെ. ഓൾക്ക് ഞാനുണ്ട്, സെലൂക്കിച്ചൻ വളപുരമുണ്ട്. എൻ്റെ മക്കൾക്ക് എൻ്റെ പൊന്നു മക്കളാണ്. അവരെന്ന് ചീത്ത പറഞ്ഞാലും ഞാൻ സഹിക്കൂല. ഒട്ടും ഷാനൂനെയും മുർഷിനെയും സഹിക്കൂല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് അവർ. എൻ്റെ എല്ലാ സന്തോഷത്തിനും കൂടെ നിന്ന കുട്ടികളാണ്. അവരെനിക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഒറ്റക്കാവണം എന്നുള്ളതാണല്ലേ. എല്ലാവരും ഒറ്റക്ക് തന്നെയാണല്ലോ. ആൾക്കൊരു പേടിയുണ്ടെന്ന് തന്നെ ഉള്ളല്ലോ. അവർക്ക് വേണ്ടിയിട്ട്, പൊന്നാങ്ങളമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് സ്പോൺസർ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട ഷാനു മുർഷിമോൻ എൻ്റെ കുഞ്ഞിയനിയന്മാരാണ് മക്കളെ, സോദരകളെ. എൻ്റെ പ്രിയപ്പെട്ട ചങ്കാണ് എൻ്റെ ഷാനു. എൻ്റെ ഷാനുവിനെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. ഷാനു മുർഷി എൻ്റെ നല്ല അഴകുള്ള ഷാനുമോൻ, അഴകുള്ള മുർഷിമോൻ. ഒരുപാട് നന്ദി നിറഞ്ഞവർ, ഒരുപാട് നന്ദി നിറഞ്ഞവർ. ഒരുപാട് നന്മകളുള്ളവർ എൻ്റെ മക്കളാണ്. എൻ്റെ തങ്കക്കുടം, എൻ്റെ പൊന്നുംകുടം ഷാനുമോനാണ്. മലപ്പുറം നാട്ടിലെ മണ്ണിൽ ജനിച്ചവർ സുന്ദരനാണവർ. നല്ല മാണിക്യക്കല്ലാണ് ഷാനു. എൻ്റെ പൊന്നു ഷാനു, എൻ്റെ പൊന്നു മുർഷി, എൻ്റെ പൊന്നാങ്ങളമാര്, കുഞ്ഞാര് സെലൂക്കിച്ചൻ വളപുരത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്. തങ്കക്കുടമാണ്, അഴകുള്ള സുന്ദരി
മോനാണ്. സംഘക്കുടമാണ് അഴകുള്ള സുന്ദര മലരാണ്. മക്കത്തുദിച്ച ഉദിച്ച മലരാണ്. മുർഷിമോനെ സലാം, ഷാനുമോനെ അസ്സലാം. നിങ്ങളെ പ്രിയപ്പെട്ട സെലുത്താത്ത പാടുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ പാടുകയാണ്. എൻ്റെ ഷാനു, പ്രിയപ്പെട്ട ചങ്ക് ഷാനു, എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പൊന്നാരപ്പൂമോനെ ഷാനു, എൻ്റെ പൊന്നാര മുർഷിമോനെ. നല്ല അഴകുള്ളവർ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരേ, എല്ലാരെ കണ്ണിലുണ്ണി, എൻ്റെ മുർഷിമോൻ കണ്ണിലുണ്ണി. എല്ലാരെയും ഇൻ്റർവ്യൂസ് ചെയ്ത് നടക്കുന്ന എൻ്റെ മുർഷിമോന് മലപ്പുറം മണ്ണിൻ്റെ അഭിമാനമാണ്. എൻ്റെ മുർഷിമോന് മലപ്പുറം മണ്ണിൻ്റെ അധികാരമാണ്. എൻ്റെ മുർഷിമോന് മലപ്പുറം മണ്ണിൽ ജനിച്ച് വളർന്ന എൻ്റെ ഷമീർ ഷാനു ഒരുപാട് അഴകുള്ളവൻ, നല്ല മുഞ്ചുള്ള പയ്യനാണ്. എൻ്റെ ഷമീർ ഷാനു എൻ്റെ ഒരുപാട് മുത്താണ്, കൽബിൻ്റെ ഒളിവാണ്. രണ്ട് മക്കളും ഇടവും വലവും നിന്നിട്ട് സന്തോഷിപ്പിച്ച് തരും നീ. സെലൂവിനെ ഇത്താനെ സന്തോഷിപ്പിച്ച് തരുമോ? എൻ്റെ മക്കള്, എൻ്റെ പൊന്നുമക്കള്, എൻ്റെ സ്വന്തം മാത്രം. അവരെ കുറ്റം പറയരുത് എൻ്റെ ഓഡിയൻസുകളെ. നിങ്ങൾക്ക് ഒരുപാടുകൾ നന്ദി ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുർഷിമോനും എൻ്റെ പ്രിയപ്പെട്ട ഷമീർ ഷാനും എൻ്റെ ചങ്കായ ചങ്കാണ്, എൻ്റെ റൂഹിൻ്റെ പാതിയാണ്. എൻ്റെ മുത്തായ മണിക്കൊടുക്ക എൻ്റെ ചങ്കാണ്, എൻ്റെ കരളാണ് എൻ്റെ ഷമീർ ഷാനു. എൻ്റെ കരളാണ് എൻ്റെ മുർഷിമോന്, കരളിൻ്റെ കഷ്ണമായ മുർഷിമോന്, കരളിൻ്റെ കഷ്ണമാണ് ഷമീർ മോന്. ഐ ലവ് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പാട്ട് പാടി. എൻ്റെ പൊന്നു മക്കളെ, ഈ റമദാൻ ഇനി നമുക്കൊരു പൂക്കൾ വിരിഞ്ഞി നിൽക്കും, പുഷ്പമാടി പുഞ്ചിരിക്കും, കല്യാണ രൂപണി പെണ്ണിലാവുദിച്ചുണർന്ന്. പൂക്കൾ വിരിഞ്ഞു നിൽക്കും, പുഷ്പമാടി പുഞ്ചിരിക്കും, കല്യാണ രൂപണി വെണ്ണിലാവുദിച്ചുണർന്നു, വെണ്ണിലാവുദിച്ചുണർന്നു. മലർക്കൊടിയേ ഞാനിന്ന് പുഴയരികിൽ പോയെന്ന്, വളർന്നു വരുന്നൊരു പെണ്ണിനെ കണ്ട്, സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ മുഖം കണ്ട് സുവർഗം കണ്ട്. പിന്നെ അത് പാട്ടാ. മായിടെ മോളാന നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില, കാലത്തെ എണീക്കൂല, മറ്റാ മാടിക്കൂല, പല്ലം കൂടി തേക്കൂല നീ. മുറ്റമടിക്കാൻ ചോരെടുത്ത അവൾ നടന്നുകൊണ്ട് ഉറങ്ങും സീറ്റ ചിന്ത. ഞാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മായിൻ്റെ മോളായിപ്പോയി, മായിൻ്റെ മോളായിപ്പോയി.
മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില. കാലത്തെണിക്കൂല മുറ്റമടിക്കൂല കല്ലും കൂടി തേക്കൂല നീ, പല്ലും കൂടി തേക്കൂല നീ. മുറ്റമടിക്കാൻ ചൂടെടുത്ത അവൾ നിരന്നോണ്ട് ഉറങ്ങും ചീത്ത. തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മായിൻ്റെ മോളായി പോയി. തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മായിൻ്റെ മോളായി പോയി. എത്ര എത്ര പെണ്ണിനെ കെടുത്തു തന്നടാ എന്നെ കെട്ടണ പൊന്നാരിക്കാക്ക. എത്ര എത്ര പെണ്ണിനെ കെടുത്തു തന്നടാ എന്നെ കെട്ടണ പൊന്നാരിക്കാക്ക. അന്നും ഇപ്പാപ്പ പറഞ്ഞത് എൻ്റെ മായിൻ്റെ മോളുണ്ടല്ലേ, മായിൻ്റെ മോളുണ്ടല്ലോ. എത്ര എത്ര കളിച്ചിട്ട് സമ്മാനം തന്നില്ല, സമ്മാനം തന്നില്ല, സമ്മാനം തന്നില്ല. അന്യ സദസ്യരും ഒരു സമ്മാനം തന്നില്ല. സമ്മാനങ്ങൾ തന്നില്ലെങ്കിൽ കളി ഞങ്ങൾ നിർത്തും. താനാ താനതന്തത്താനി നാനിനോ, താനാ താനതന്തത്താനി നാനിനോ. പെണ്ണിൻ്റെ അടമ ഒരു സ്വർണ്ണമുദ്രം, പെണ്ണിൻ്റെ ഇളയമ്മ ഒരു സ്വർണ്ണമുദ്രം. സമ്മാനങ്ങൾ വരട്ടെ വരട്ടെ, സമ്മാനങ്ങൾ വരട്ടെ വരട്ടെ. മധുവർണ്ണ പൂവാണല്ലോ നറുനില പൂമോളല്ലേ, മധുരപ്പാതീരേഴിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു, അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ മക്കളെ നിങ്ങളാരും കുറ്റപ്പെടുത്തില്ല. എൻ്റെ ഷാനുമോനെ എൻ്റെ സ്വന്തം ഷാനുമോനാണ്. എൻ്റെ മുർഷിമോന് എൻ്റെ സ്വന്തം ഷാനുമോനും മുർഷിമോനും ഒറ്റ ചങ്കായിട്ട് എൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവും. നിങ്ങൾ അതിനസൂയപ്പെടേണ്ട. എൻ്റെ ഷാനുമോൻ്റെ അധികാരവും അവകാശം ഉണ്ടായിട്ടാണ് ഫോട്ടോ ഇട്ടത്. അതെപ്പോഴും ഇടുന്നത് ആർക്കായാലും ഇറിറ്റേഷൻ വരും. അത് എനിക്കായാലും ഇറിറ്റേഷൻ വരും. എൻ്റെ സ്ഥാനത്ത് ഓനാണെങ്കിലും ഓൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എൻ്റെ മക്കളെ എൻ്റെ കൂടെ തന്നെ വേണം. അത് നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ ഷാനുമോനോട് ഇത്ര ഐശ്വര്യക്കേട്? ആർക്കെങ്കിലും ഷാനുമോനെ ഇഷ്ടമുണ്ടോ? പ്രേമുണ്ടോ? പിന്നെന്താ? എന്നെ പ്രേമിച്ചതിനോണ്ടും എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും എൻ്റെ ഷാനുമോനിന് നല്ലതേ വരുള്ളൂ. അവരെ നല്ലൊരു കുട്ടികളായിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ട് അഭിമാനം അധികാരം അവകാശം ഒക്കെ എന്നിലൂടെ ഓർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ചതിയിലും വഞ്ചനയിലും ഞാൻ പെടുത്തൂല. ഞാൻ അവരെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ സെലു കിച്ചൺ വളപുരത്തിൻ്റെ ഒരു വരവട് കാണും. നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. ഞാൻ പറഞ്ഞ പോലെ കാര്യം എൻ്റെ മക്കളെ നിങ്ങൾ വഴക്ക് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.